ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഈശോയിലെ ഏവർക്കും കൃപയും സമാധാനവും ആശംസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യുവതീ യുവാക്കളോടാണ്. അവരെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കളോടാണ്. യുവതീ യുവാക്കൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. അവർക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധമില്ലാതായി പോകുന്നു. സഭാസമൂഹത്തിൽ നിന്ന് അവരകന്നാണ് ജീവിക്കുന്നത് എന്ന ഒരു സന്ദേഹം യുവതീ യുവാക്കളെക്കുറിച്ച് മുതിർന്നവർക്കുണ്ട്. യുവതീ യുവാക്കൾക്ക് ആനുകാലികമായ സുവിശേഷ പ്രഘോഷണങ്ങളിൽ താല്പര്യമില്ലാതെ വരുന്നു. ദേവാലയ കൂട്ടായ്മകളിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു എന്ന ഉത്കണ്ഠ സ്വാഭാവികമായും മാതാപിതാക്കൾക്കുണ്ടാവും. അനേകരാണ് തങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി എന്നതിനെ സംബന്ധിച്ച് പരാതിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ യുവതീ യുവാക്കൾ ധാർമ്മിക ബോധത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ജീവിത വീക്ഷണം മാനവിക ബോധത്തിൽ ഉറയ്ക്കുന്നുണ്ടോ? അവരുടെ ജീവിത പ്രതിസന്ധികളെ നേരിടാൻ അവർ പ്രാപ്തരാകുന്നുണ്ടോ എന്നൊക്കെയാണ് വിശ്വാസ സംബന്ധമായി അവരുടെ നിലയെക്കുറിച്ച് പരിശോധിക്കാൻ നാം കണക്കിലെടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല കണക്കിലെടുക്കുക. ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. എന്നും യുവത്വം മുതിർന്നവരെ സംബന്ധിച്ച് അപ്രായോഗികമായ അതല്ലെങ്കിൽ അനുഷ്ഠാന വഴികളിൽ നിന്ന് വ്യതിചലിക്കുന്നവരായിട്ടാണ് കാണുക. തലനിറച്ച ആർക്കും ചെറുപ്പക്കാരോട് താല്പര്യം ഉണ്ടാകില്ല. എല്ലാ കുഴപ്പങ്ങളും ഈ ചെറുപ്പക്കാരാണ് ചെയ്യുന്നത് എന്നൊരു മനോഭാവം മുതിർന്നവർക്ക് ഉണ്ടാകുക സ്വാഭാവികമാണ്. എൻ്റെ യുവത്വത്തിലും സമാനമായ ആക്ഷേപങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. എല്ലാവരും പോകുന്ന വഴിയിലൂടെ മുൻപേഗമിക്കും ഗോവുതൻ്റെ പിൻപേഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന രീതിയിൽ യുവതീ യുവാക്കൾ യാത്ര ചെയ്യും എന്ന് കരുതരുത്. യുവത്വം പ്രത്യേകിച്ചും തീക്ഷ്ണമായൊരു കാലമാണ്. അവരുടെ അകത്തുള്ള ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അവർ നിർബന്ധമായും തീരുമാനമെടുക്കുന്നൊരു പ്രായമാണ് 15 വയസ്സ് മുതലുള്ള പ്രായം. ഏകദേശമാണ് വയസ്സിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ കൗമാരം വിടുന്ന പ്രായം മുതൽ സ്വന്തമായ തീരുമാനങ്ങളിൽ ഉറച്ചൊരു ജീവിതം നയിക്കും. എന്നെ കേൾക്കുന്ന യുവതീ യുവാക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ 3 വയസ്സ് അമ്മയെ ആശ്രയിക്കുന്ന അപ്പനെ ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലാണ് കുട്ടികൾ ജീവിക്കുക. മനസാക്ഷിയുടെ ഒരു ഘട്ടമാണ്. അവർക്ക് അന്നെല്ലാം മാതാപിതാക്കളാണ്. അമ്മ കരഞ്ഞോ കുട്ടി കരയും, അമ്മ സങ്കടപ്പെട്ടോ കുട്ടി സങ്കടപ്പെടും, അമ്മ സന്തോഷിച്ചോ കുട്ടി സന്തോഷിക്കും, അമ്മ ഭയപ്പെട്ടോ കുട്ടി ഭയപ്പെടും. അമ്മയെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കുട്ടിയുടെ മുഖത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുക. കുട്ടി ജീവിതത്തെ അനുഭവിക്കുന്ന അമ്മയിലൂടെയാണ്. 3 വയസ്സിന് ശേഷം കുട്ടി കുറച്ചുകൂടി പക്വതയിലേക്ക് വരുന്നു. ആ പ്രായത്തിൽ ഒബ്സർവേഷൻ്റെ കാലമാണ്, എല്ലാം നിരീക്ഷിക്കുന്ന കാലമാണ്. ചുറ്റുപാടുകളൊക്കെ നോക്കും. ആളുകളുടെ മുഖഭാവം, പെരുമാറ്റം എല്ലാം കുട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ ഇതിനൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുട്ടി ആ കാലത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. 7 വയസ്സ് വരെ ഈ കാഴ്ചയുടെ ഒരു കാലമാണ്. ആ കാലത്താണ് യഥാർത്ഥത്തിൽ കുട്ടി അറിവ് സമ്പാദിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പഠിച്ചാണ് അറിവുണ്ടാകുന്നത്. അങ്ങനെയല്ല. കുട്ടി സ്വസിദ്ധമായി ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ച് ലോകത്തെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് 7 വയസ്സ് വരെയുള്ളത്. ആ സമയത്ത് കുട്ടിക്ക് കളങ്കമൊന്നുമില്ല. പക്ഷെ എല്ലാം കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ള കുട്ടിയുടെ ജീവിതത്തിൽ മുഴുവൻ കുട്ടി പുലർത്തുന്ന മനോഭാവങ്ങളുടെ പുറകിൽ 7 വയസ്സുള്ള കാലമുണ്ട്. ഒരു സങ്കടം വരുമ്പോൾ എങ്ങനെയാണ് മാതാപിതാക്കൾ അതിനെ നേരിടുക? ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് അതിൽ എൻജോയ് ചെയ്യുക? ഭയപ്പെടുന്നുണ്ടോ അവർക്ക് ആകുലതയുണ്ടോ? എല്ലാ കാര്യങ്ങളും കുട്ടി ആ കാലം കൊണ്ട് മനസ്സിലാക്കും. ഈ പ്രായത്തിൽ കുട്ടിയുടെ പെരുമാറ്റം എല്ലാം സ്വസിദ്ധമായതാണ്. കരയാൻ തോന്നിയ കരയും, ചിരിക്കാൻ തോന്നിയ ചിരിക്കും. അവിടെ വെച്ച് നമ്മൾ കുഴപ്പങ്ങൾ ആരംഭിക്കും. നീ പെണ്ണാണെന്നും നീ ആണാണെന്നും പറയാൻ തുടങ്ങും. ഈ പെൺ ആൺ വേർതിരിവുകളിലൂടെ കുട്ടികളെ 2 തട്ടാക്കി കുടുംബങ്ങളിൽ തന്നെ മാറ്റും. മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് നീ മനുഷ്യനല്ല, നീ ഒരു പുരുഷനാണ്, നീ ഒരു സ്ത്രീയാണ് എന്ന വിവേചനം യഥാർത്ഥത്തിൽ രൂപമെടുക്കുന്നത് കുടുംബങ്ങളിലാണ്. പെൺകുട്ടികളെ നിരന്തരമായി അവർ താഴ്ന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പെൺകുട്ടി ഉറക്കെ ചിരിച്ചാൽ പെണ്ണുങ്ങൾ അങ്ങനെ ചിരിച്ചുകൂടാ എന്ന് അമ്മമാർ പറയും. ഒരു പെൺകുട്ടി അധികം ഓടിയാൽ ഈ പെൺകുട്ടി ആൺകുട്ടിയെ പോലെയാണ് എന്ന് പറയും. ഈ ആൺകുട്ടിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്നാണ്. ഒരു പെൺകുട്ടി മരം കയറിയാലോ, മരം കയറി എന്ന് വിളിച്ച് ആക്ഷേപിക്കും.
അങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി തടവറയിലാക്കിയാണ് കുട്ടിയെ രൂപപ്പെടുത്തുന്നത്. ആൺകുട്ടിയെ എല്ലാറ്റിനും അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള, കുരുത്തക്കേടുകൾ കാണിച്ചാൽ കുഴപ്പമില്ലാത്ത ഒരാളായിട്ട് നമ്മൾ പരിഗണിക്കും. കാരണം ആൺകുട്ടിയല്ലേ. അങ്ങനെ ഒരു ആൺകുട്ടി കരഞ്ഞാൽ എന്ത് പറയും? പെണ്ണിനെ പോലെ കരയില്ലേ? വേർതിരിക്കുകയാണ്. അങ്ങനെ സ്വഭാവത്തിൽ തന്നെ വൈജാത്യമുണ്ടാക്കി കുടുംബത്തിനകത്ത് തന്നെ കുട്ടികളെ നമ്മളിങ്ങനെ വേർതിരിച്ച് രണ്ട് തട്ടാക്കി നിർത്തും. പുരുഷ മേധാവിത്വത്തിൻ്റെതായ ഒരു ആശയ സംഹിത അവർ പോലും അറിയാതെ, നമ്മൾ അറിയാതെ തന്നെ അവരെ പഠിപ്പിക്കും. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടി ഒരു 10 വയസ്സാകുമ്പോൾ മനസാക്ഷിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ആ ഘട്ടത്തിൽ ഈ കുട്ടി ടീച്ചർ പറയുന്നത് പ്രധാനമായിട്ട് കരുതും. അങ്ങനെയാണ് സ്കൂളിൽ ടീച്ചർ 2 2 4 പഠിപ്പിച്ചു. അമ്മ പറഞ്ഞു 1 3 4. കുട്ടി അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് എന്തറിയാം? ടീച്ചർ പറഞ്ഞല്ലോ 2 2 4. ടീച്ചർ പറഞ്ഞാലേ വിശ്വസിക്കൂ. കാരണം കുടുംബത്തിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ഭാര്യയോട് പറയുന്നത് നിനക്കൊരു വിവരമില്ലെന്നാ. കുട്ടി കേൾക്കുന്നത് അമ്മയ്ക്കൊരു വിവരമില്ലെന്നാ. അപ്പൊ വിവരമില്ലാത്ത അമ്മ പറയുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല. ടീച്ചർ പറയുന്നത് അംഗീകരിക്കും. ഈ ടീച്ചറുടെ വീട്ടിൽ ഇത് തന്നെയായിരിക്കും സ്ഥിതി. ടീച്ചർക്ക് അറിവില്ലെന്നായിരിക്കും അവിടെ വ്യാഖ്യാനിക്കപ്പെടുക. അങ്ങനെ കുട്ടി പുറത്തുനിന്ന് അറിവ് തേടാൻ ശ്രമിക്കും. അതൊരു പ്രായമാണ്. ആ ഘട്ടം കഴിഞ്ഞ് ഒരു 12 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ കുട്ടി സംഘബലം പ്രാപിക്കാൻ തുടങ്ങും. കൂട്ടുകാരാണ് പ്രധാനം. ഒരു എക്സ്കർഷന് പോകാനായിട്ട് കുട്ടി വീട്ടിൽ അനുവാദം ചോദിക്കുന്നു. അമ്മയും അപ്പനും സമ്മതിക്കുന്നില്ല. കുട്ടി പറയുന്നത് എല്ലാവരും പോകുന്നുണ്ടല്ലോ. അവിടെ എല്ലാവരുമാണ് വിഷയം. കുട്ടികളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് നിഷ്കർഷയൊക്കെ വയ്ക്കുമ്പോൾ അവർ പറയും എല്ലാവരും ഇടുന്നുണ്ടല്ലോ, കോമൺ ആവാണ്, എല്ലാവരും ആവാണ്. ആ സമയത്ത് വരെ ഈ കുട്ടി പുരോഹിതൻ, സന്യാസി ഒക്കെ വലിയ കാര്യമായിട്ട് കരുതും. കാരണം ഈ അപ്പനും അമ്മയേക്കാൾ കുറെ മെച്ചപ്പെട്ട ആളുകളാണ് പുരോഹിതന്മാരെന്നും സന്യാസികളെന്നും കുട്ടിക്കറിയാം. ഇടയ്ക്കൊക്കെ പണ്ട് വീടുകളിൽ പുരോഹിതന്മാർ വരുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പാസ്റ്ററിംഗ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി. ഇടവക വലുതായി, ന്യായം പറയാനുണ്ട്. പക്ഷെ കുടുംബങ്ങളിൽ പോകുന്ന പുരോഹിതരൊക്കെ വളരെ കുറവാണ്, വിരളമാണ്. അങ്ങനെ കുടുംബങ്ങളിലെ പുരോഹിതർ വരുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ കുറ്റം പറയുന്നത് ഈ പുരോഹിതനോടാണ്. ഭാര്യയും ഭർത്താവും നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന? അപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കാൻ വരുന്നില്ലെന്ന് ഭാര്യ പറയും, ഭാര്യ തന്നെ അംഗീകരിക്കുന്നില്ലെന്ന് ഭർത്താവ് പറയും. തർക്കമൊക്കെ ഉന്നയിക്കും. ആദ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ തർക്കമൊക്കെ ഉന്നയിക്കും. ഈ തർക്കമൊക്കെ കേട്ട് കഴിയുമ്പോൾ പുരോഹിതൻ ഒരു ഡയലോഗ് പറയും, നീ അങ്ങനെയാകാൻ പാടില്ല, നീ ഇങ്ങനെയാകാൻ പാടില്ല, പരസ്പരം ക്ഷമിക്കണ്ടേ, യേശുവിലല്ലേ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഉപദേശിക്കും. അങ്ങനെ രമ്യപ്പെടുത്തും. അപ്പം ഈ കുട്ടി ഈ തർക്കങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാഡ്മിൻ്റൺ കോർട്ടിൽ കളി കാണുന്ന പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അപ്പനും തമ്മിലുള്ള വഴക്കേ. കുട്ടി ഇംഗ്ലീഷ് പഠിക്കണോ മലയാളം പഠിക്കണോ തർക്കമാണ്. അങ്ങനെ കുട്ടി അവസാനം കലഹം പഠിക്കും. കുട്ടി ഇംഗ്ലീഷ് പഠിക്കില്ല, മലയാളം പഠിക്കില്ല, തല്ലി പിടിക്കേണ്ടത് എങ്ങനെയെന്ന് കുട്ടി പഠിക്കും ഇവരുടെ തർക്കം കണ്ടിട്ട്. അങ്ങനെ കണ്ടുപഠിച്ച കുട്ടി പെട്ടെന്ന് ഈ പുരോഹിതൻ വന്ന് ഈ ഡയലോഗൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ശാന്തരാകുന്നതും ഒതുങ്ങുന്നതും കാണുമ്പോൾ കുട്ടി അത്ഭുതപ്പെടണം. ആള് കൊള്ളാമല്ലോ അച്ഛൻ. അങ്ങനെയാണ് കുട്ടികൾക്ക് പുരോഹിതനായ കൊള്ളാം, സന്യാസിയായ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുന്നത്. കാരണം ഇവരിത്ര ഗൗരവമായി കൊണ്ടുവരുന്ന കാര്യം വെറുതെ ഒരു ബബിള് പോലെ പൊട്ടിച്ച് കളഞ്ഞിട്ട് സ്നേഹത്തിലാക്കാനായിട്ട് ഈ മനുഷ്യന് കഴിയുന്നുണ്ട്. ഇയാൾ ആള് കൊള്ളാം, ആവണമെങ്കിൽ പുരോഹിതനാവണം എന്ന് കുട്ടി ആലോചിക്കും. പാസ്റ്റർക്ക് നഷ്ടപ്പെട്ടതൊക്കെയാണ് ദൈവവിളിയൊക്കെ കുറയാനുള്ള കാരണം. കുടുംബം പണം കേന്ദ്രീകൃതമായിട്ടാണ്, സുഖകേന്ദ്രീകൃതമായിട്ടാണ് കുടുംബങ്ങളെല്ലാം സംവിധാനം ചെയ്യപ്പെടുന്നത്. അതതിൻ്റെ ഒരു കാരണമാണ്. പക്ഷെ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരാളായിട്ട് പുരോഹിതൻ ഇപ്പോൾ അവതരിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പം ഞാൻ പറഞ്ഞത് ഈ 12 വയസ്സുള്ള കാലത്ത് ഇത്തരം ചിന്തകളൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. 12 വയസ്സാകുമ്പോൾ ഈ സംഘബോധം കുട്ടികൾക്ക് കൂടുന്നതോടുകൂടി സാമൂഹ്യമായ ജീവിതം നയിക്കുന്ന കുട്ടി മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പം അങ്ങനെ ആശയങ്ങൾ ലോകത്തേക്ക് വ്യാപിക്കും. 12 വയസ്സിന് ശേഷം ഈ കുട്ടി എല്ലാത്തിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തുടങ്ങും. യുക്തിബോധമുള്ള സ്വതന്ത്ര മനസാക്ഷിയുള്ള വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഗ്രൂപ്പ് കോൺഷ്യൻസ് ആയിരുന്നു ഈ പറഞ്ഞ 12 13 വയസ്സൊക്കെ വരെ. അത് കഴിഞ്ഞ് കുട്ടി കൗമാരത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ കുട്ടിയിൽ ഒരു വ്യക്തമായ കോൺഷ്യൻസ് രൂപപ്പെടും, മനസാക്ഷി രൂപപ്പെടും. ഈ സ്വതന്ത്ര മനസാക്ഷി രൂപപ്പെടുന്നതോടുകൂടിയാണ് കുട്ടികൾ മാതാപിതാക്കളോട് എതിര് പറയാൻ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നിഷേധിയായി പോയെന്നാണ്. എന്നും യുവതി യുവാക്കൾ കേൾക്കുന്നൊരു പേര് നിഷേധികളെന്നാണ്.
വാസ്തവത്തിൽ അതൊരു നല്ല ബഹുമാനാർത്ഥമായ പേരായിട്ട് യുവതി യുവാക്കൾ കാണണം. നിങ്ങൾ സ്വതന്ത്ര മനസാക്ഷിയുള്ളവരായി എന്നാണ് അതിനർത്ഥം. അതൊരു തെറ്റല്ല. മാതാപിതാക്കളും മനസ്സിലാക്കണം. ഇവർക്ക് അനുസരിക്കുന്നില്ലല്ലോ, പണ്ട് പറഞ്ഞതുപോലെ എന്ത് കേട്ടാലും മൂളുന്നില്ലല്ലോ, എന്ത് കേട്ടാലും മിണ്ടാതിരിക്കുന്നില്ലല്ലോ, അവർ തർക്കുത്തരം പറയാൻ തുടങ്ങിയല്ലോ, ഒരു മോശപ്പെട്ടു പോകുന്നു എന്നല്ല കരുതേണ്ടത്. അവർക്ക് കാര്യഗ്രഹണശേഷി കൂടിയിട്ടുണ്ട്, വ്യക്തമായ സ്വന്തം ബോധ്യത്തിലേക്ക് അവർ വരുന്നുണ്ട്, അവർ വ്യക്തികളാകുന്നു എന്നതിൻ്റെ അടയാളമാണ്. അപ്പം അതുകൊണ്ട് അവരെ നമ്മളിങ്ങനെ കുറവുള്ളവരായിട്ട് കാണരുത്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങൾ ഒരിക്കലും മനസ്സിലൊന്നും അടക്കി പിടിച്ചല്ല ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാവണം. അതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിഷേധികളല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളോട് എന്താ പറയാറ്? മോശപ്പെട്ടതായിട്ടല്ലേ പറയാറ്? ബൈബിളിനെ കുറിച്ച് സംശയം ഒരു പുരോഹിതനോടോ സന്യാസിയോടോ ചോദിച്ചാൽ എന്ത് പറയും? മിണ്ടതിരിക്കുക, കണ്ണടച്ച് വിശ്വസിച്ചോളൂ എന്ന് പറയും. കണ്ണടച്ച് വിശ്വസിക്കരുത്. ആ പ്രായത്തിൽ ഒട്ടും അത് സാധ്യമല്ലെന്നേ. അതിനങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആ പ്രായത്തിൽ വ്യക്തി രൂപപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് നിശ്ചയമായിട്ടും കുട്ടി ചോദ്യങ്ങൾ ചോദിക്കും. ആ കുട്ടിയുടെ സംശയത്തിന് ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ കുറവാണ്. ക്ലാസ്സിൽ സംശയം ചോദിക്കുന്ന കുട്ടി ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ്. അധ്യാപകൻ രക്ഷപ്പെട്ടു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടി പുറത്തേക്ക് പോകുന്ന അറിവിൻ്റെ ലോകത്തേക്കായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടെ കൊണ്ട് കുട്ടി അടിച്ചമർത്തപ്പെടുകയല്ല. നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ശാസിക്കുകയും നിഷേധി എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി പുറത്തേക്ക് കടക്കും, അറിവിൻ്റെ വേറെ ലോകത്തേക്ക് കടക്കും. തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അറിവിനായി ചോദിക്കുന്ന, അക്ഷരം ചോദിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിലും അത് നിഷേധിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കുകയല്ല വേണ്ടത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. എനിക്കത് ബോധ്യമായിട്ടില്ല എന്ന് പറയണം. എൻ്റെ അറിവ് ഇത്രയേ ഉള്ളൂ എന്ന് പറയണം. അത് മനസ്സിലാക്കണം. നമ്മുടെ വ്യാഖ്യാനവും അറിവും ഒക്കെ പരിമിതമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചതല്ലേ, ഞാൻ പുരോഹിതനല്ലേ, ഞാൻ അപ്പനല്ലേ, ഞാൻ അമ്മയല്ലേ, എനിക്കാണ് അറിവ് മുഴുവൻ എന്ന് കരുതണ്ട. നമുക്കറിയാത്ത പല കാര്യങ്ങളും കുട്ടികൾ ചോദിക്കും. അങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ കുട്ടികൾ വിഡ്ഢികളാണെന്നല്ല കരുതേണ്ടത്, അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്നാണ്. ഇനി വിശ്വാസത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്താ? നമ്മളൊക്കെ വിചാരിച്ചേക്കാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നതെന്നാ. ഇല്ല, കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾ ഒരിക്കലും വിശ്വാസിയാകില്ല. അയാളുടെ ജീവിത പ്രയോഗത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. അയാൾ എന്ത് കേട്ടാലും സമ്മതിക്കും, കർത്താവ് ദൈവമാണ്, ആമേൻ അയാൾ പറയും. പക്ഷെ അയാളുടെ ജീവിതത്തിൽ കർത്താവ് ദൈവമാവില്ല. അയാളുടെ അകത്ത് തർക്കമുണ്ടാവുകയും അയാൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്ത് അയാൾ ഒരു തീരുമാനത്തിലെത്തുന്ന സമയത്ത് അയാൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവും. ഇപ്പൊ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയാകണമെന്നൊരു കുട്ടി ഹൃദയത്തിൽ പഠിച്ചാൽ നിശ്ചയമായും അയാളുടെ ജീവിത പ്രവൃത്തി മുഴുവൻ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ട് മാറും. അതേസമയം പള്ളിയിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കൈകൊട്ടി പാടുന്നുണ്ട്, ആമേൻ പറയുന്നുണ്ട്, അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു തഴക്കത്തിൽ പോകുന്നല്ലാതെ ഈ മുമ്പേ ഗമിക്കുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കുന്ന ഗോക്കളായി മാറുമെന്നല്ലാതെ ഒരിക്കലും ആ വ്യക്തി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് മാറില്ല. അപ്പം അതുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയോഗ പദ്ധതിയാണ്. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ പറയും, അവരെ കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. അപ്പം മാതാപിതാക്കൾ കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാനും തറുതല പറയാനും തുടങ്ങുമ്പോൾ അവർ തീരുമാനിക്കും ഇവരൊക്കെ മോശക്കാരാണ്. എന്നും ലോകത്തെവിടെയും യുവതി യുവാക്കൾ എന്ന് പറയുന്നത് നിഷേധികളാണ്. അവർ പഴയ വഴിയെ നടക്കുന്നില്ല, പഴയ വഴിയെ നടക്കില്ല. പുതിയ സമൂഹമാണ്, അവർ പുതിയ വഴിയെ നടക്കും. ഇത് കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. യുവതി യുവാക്കളെല്ലാം പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അവരുള്ളിൽ തർക്കങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായവ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പരിമിതിയാണ്. മാത്രമല്ല, അവർ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണമായിട്ടുള്ളത് നമ്മുടെ ജീവിതമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ ആകുലപ്പെടുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, ആ കുട്ടി നിശ്ചയമായും പഠിക്കുന്നത് ക്രിസ്തുവല്ല ദൈവം, പണമാണ് ദൈവം എന്നാണ്. ഇനി ആ കുട്ടിയെ എത്ര വേദോപദേശം പഠിപ്പിച്ചാലും ആ കുട്ടിയുടെ അകത്ത് നിന്ന് മായ്ച്ചു കളയാൻ സാധ്യതയില്ല. പണമില്ലാതാകുമ്പോൾ പ്രശ്നത്തിലാകും. പണമാണ് പ്രധാനമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരപ്പൻ വീട്ടിലുള്ളപ്പോൾ ആ കുട്ടി നിശ്ചയമായിട്ടും ക്രിസ്തുവിനേക്കാൾ പ്രധാനപ്പെട്ടതായി പണത്തെ കാണും. നമ്മൾ എങ്ങനെയാ കുട്ടികളോട് പറയാ? നിങ്ങൾ വേറെ പുസ്തകങ്ങളൊന്നും വായിക്കരുത്, പഠിക്കാനുള്ളത് പഠിക്കണം, എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം, പഠിച്ച് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം, എങ്ങനെയെങ്കിലും വലിയ ആളാണ്. അങ്ങനെയല്ലേ മക്കളെ പഠിപ്പിക്കണേ? അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മൾ എങ്ങനെയാണ് വിശ്വാസമാണ് പരമപ്രധാനം എന്ന് പറയാം? നിങ്ങൾ എങ്ങനെയാ പറയാം?
സ്കൂളിലെ പരീക്ഷയ്ക്കാണെങ്കിലും കാറ്റഗിസത്തിനാണെങ്കിലും 1ാം സമ്മാനം നേടണം, 1ാമത് എത്തണമെന്നല്ലേ മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ 1ാമനാകാനുള്ള മത്സരക്കളത്തിലേക്ക് ആ കുട്ടി വഴുതിപ്പോയാൽ ആ കുട്ടിയെ കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥം? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്കൂളിൽ വെച്ചൊരു പെൻസിൽ നഷ്ടപ്പെട്ടു. കുട്ടി വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, പെൻസിൽ എവിടെ? പുതിയ പെൻസിൽ, അടികൊള്ളും പറയുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു അത് കാണാനില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ടീച്ചറോട് പറയണം. അപ്പോൾ കുട്ടി പറഞ്ഞു പറയില്ല. അപ്പോൾ അമ്മ ചോദിച്ചു അതെന്താ പറയാത്തത്? നിനക്കൊരു വിലയില്ല, എന്നിട്ടാണ് എത്ര പാടുപെട്ടാണ് പെൻസിൽ മേടിച്ചു തരുന്നത്. കുട്ടി പറഞ്ഞു ഞാനത് പറഞ്ഞാൽ ടീച്ചർ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തട്ടെ. അപ്പോൾ ഇത് എടുത്ത ആളെ പിടിക്കട്ടെ. അപ്പോൾ കുട്ടി ചോദിച്ചു എല്ലാവരുടെയും മുമ്പിൽ അയാൾ കള്ളനാകില്ലേ? കള്ളനാകട്ടെ എന്നാണ് അമ്മയുടെ അഭിപ്രായം. കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുന്ന കുട്ടിക്ക് താല്പര്യമില്ല. പക്ഷെ പഠിപ്പിക്കുകയാണ്, നീ അങ്ങനെ പറയണം, പിടിപ്പിക്കണമെന്ന് പറയാണ്. 1ാമനാകണമെന്ന് പറയുമ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മറ്റേ 2ാമനായി പോകില്ലേ? കുട്ടിക്ക് നീതിബോധമുണ്ട്, ആ നീതിബോധം മാതാപിതാക്കൾക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ നീതിബോധമില്ലാത്തവരും സ്വാർത്ഥരും സമ്പത്താണ് പരമപ്രധാനം എന്നൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളാണ്, വിശ്വാസികളാണ്. കാറ്റഗിസം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അങ്ങനെ പഠിപ്പിച്ചിട്ട് പണമാണ് പ്രധാനം എന്ന് പഠിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ എത്ര പ്രാവശ്യം ദൈവമാണ് എല്ലാത്തിൻ്റെയും നാഥൻ, എല്ലാം തരുന്നതാണ് ദൈവമാണെന്ന് എത്ര പറഞ്ഞു കൊടുത്താലും ആ കുട്ടിക്ക് നിങ്ങൾ പറയുന്ന ആ വേദാന്തം മനസ്സിലാവില്ല. കാരണം ആ കുട്ടി പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞ് പഠിച്ച് ശീലിച്ചിട്ടുള്ളത് സ്വാർത്ഥതയാണ്, സമ്പത്താണ് പരമപ്രധാനം എന്നാണ്, 1ാമനാകണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് കുട്ടികൾ അപ്രകാരമായിത്തീരുന്നതിന്, കുട്ടികൾ നിഷേധഭാവം പ്രകടിപ്പിക്കുന്നതിൻ്റെ പിറകിൽ ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. സ്വതന്ത്രത എന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാകണം. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകണം. എത്ര മാതാപിതാക്കൾ അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകും? അവരോട് ചിന്തിച്ച് തീരുമാനമെടുക്കണം എന്ന് എത്ര പേരോട് പറയും? എന്ത് പഠിക്കാനാണ് ഇഷ്ടം, എന്താണ് താല്പര്യം, എന്തായിത്തീരണമെന്നാണ് ഹൃദയത്തിൻ്റെ അഭിലാഷം എന്ന് എത്ര കുട്ടികളോട് ചോദിക്കും? എല്ലാവരോടും പറയുന്നത് നീ ഇന്നതായിത്തീരണമെന്നല്ലേ. കുട്ടികളുടെ അകത്ത് ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള എന്താ? നീ പ്രൊഫഷണലാകണം, നീ യൂറോപ്പിൽ പോകണം, നീ വലിയ ആളാകണമെന്നാണ്. അങ്ങനെ പറഞ്ഞ് സമ്പത്താണ് പ്രധാനം, അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുന്നതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് യുവാക്കൾ ഈ 15 വയസ്സ് മുതൽ വ്യക്തതയുള്ളവരാകും. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ ഈ പ്രായത്തിൽ പലവിധങ്ങളായ വീഴ്ചകളിലേക്ക് പോകും. അവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടല്ല അതിൽ നിന്ന് മോചനം നേടേണ്ടത്. എല്ലാ സമൂഹത്തിനകത്തും ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വൈകാരികമായ ഭാവങ്ങൾ വളരുന്നു, അവരുടെ ശരീരം വളരുന്നു, അവരുടെ ചിന്താഗതികൾ മാറുന്നു. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ അവരിലേക്ക് ചേക്കേറാനിടയാകും. അവിടെയാണ് കൺഫർമേഷൻ സഭ കൊടുക്കുന്നത്. അവിടെയാണ് സ്ഥൈര്യലേപനം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ദാനങ്ങൾ പ്രയോഗക്ഷമമാകണമെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ജീവിക്കാനൊരു സാഹചര്യം ഉണ്ടാകണം. അതിന് പകരം കുട്ടികളെല്ലാം പാപികളാണ്, കുട്ടികളെല്ലാം കുഴപ്പക്കാരാണ് എന്നാണ് പറഞ്ഞു തരിക. കുട്ടികളാണോ പാപികൾ? അങ്ങനെ എല്ലാവരിലുമുള്ള പാപത്തിൻ്റെ ഭാരം മുഴുവനും ഈ കുട്ടികളുടെ തലയെ കെട്ടിവെക്കും. യുവത്വം വഴിപിഴച്ചു എന്നാ പറയാം. എന്താ കാര്യമെന്നറിയാമോ? ഇപ്പോൾ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നേ, ഇന്റർനെറ്റ് ഉണ്ടെന്നേ. അപ്പം ഇവരൊക്കെ കുഴപ്പത്തിലാണ്. ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് കുഴപ്പമൊന്നും ചെയ്തിട്ടില്ലേ? ഇതൊരു അസൂയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെന്ത് ചെയ്താലും അവർ വസ്ത്രധാരണം നടത്തുമ്പോഴൊക്കെ നിഷേധികളായിട്ടാണ് കാണണേ. ആനുകാലിക ലോകത്തിനനുസരിച്ച് എല്ലാ സാഹചര്യങ്ങളിലും അവർ ജീവിക്കും. നമുക്ക് സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ കാലത്ത് വള്ളിച്ചെരുപ്പ് പോലെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഷൂസിലിരുന്ന് കുട്ടിയെ കുറ്റം പറയുന്നൊരു അർത്ഥമുണ്ടോ? ഒരു പിതാവ് കുട്ടിയോട് പറയാണ്, ഞാനൊക്കെ 2 മൈൽ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. അതാ കൊച്ചിൻ്റെ കുഴപ്പമല്ല. അന്ന് ബസ്സില്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു, സാഹചര്യം അങ്ങനെയായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ മാറി, ആധുനിക ലോകം വന്നു. ആധുനിക ലോകത്ത് ജീവിക്കുന്ന കുട്ടി ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുന്നില്ല. എന്താ അർത്ഥം? ഈ കുറച്ചു കാലം മുമ്പ് വരെ മൊബൈൽ ഫോൺ കുട്ടികളെ തൊടിയിക്കരുതെന്നായിരുന്നില്ലേ? പക്ഷെ അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് മൊബൈൽ തൊടേണ്ട ആവശ്യം വന്നപ്പോഴോ, പ്രത്യേകിച്ച് കൊറോണ വന്ന സാഹചര്യത്തിലോ, ക്ലാസ്സുകളൊക്കെ സെൽഫോൺ വഴി കിട്ടാൻ തുടങ്ങിയപ്പോഴോ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കൂടിയില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാഥാർത്ഥ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതിന് പകരം അടച്ചാക്ഷേപിക്കുന്ന രീതികൾ തീർത്തും നിരുത്തരവാദപരമാണ്.
പ്രത്യേകിച്ചും സുവിശേഷ പ്രഘോഷകർ കുട്ടികളുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റം ചെറുതല്ല, ആക്ഷേപിക്കുകയാണ്. ഞാൻ കേട്ടൊരു പ്രഘോഷണത്തിൽ ഈ കുട്ടി 15 വയസ്സ് മുതൽ ഇന്ത്യയിലെ യുവത്വം മുഴുവനും വലിയ പാപത്തിലാണ്, അതുകൊണ്ട് വലിയ സഹനത്തിലുമാണെന്ന് പറയാണ്. മുമ്പുള്ളതുപോലത്തെ അല്ല ഇപ്പോഴത്തെ സഹനം എന്ന് പറയാം. അതൊക്കെ അവരുടെ പാപത്തിന്റെ ഫലമാണെന്ന് പറയണേ. നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ന്യായമാണോ? അവർ കുറേ പാപം ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സഹനമേറുന്നതെന്ന്. ഇന്ത്യയിലെ യുവതിയുവാക്കൾ ഒരു സമ്മർദ്ദത്തിലും ഭീഷണിയിലുമാണ് ജീവിക്കുന്നത്, കടുത്ത സഹനത്തിലാണ്. എന്തുകൊണ്ടാണത്? ഒന്ന്, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കിട്ടുന്നില്ല. പണ്ട് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, ജോലി ഇല്ലായിരുന്നു, ജനസംഖ്യ കുറവായിരുന്നു, അന്ന് പരിമിതമായ ജീവിതാവസ്ഥകളായിരുന്നു. ഇന്ന് വിശാലമായ ലോകം തുറക്കപ്പെടുകയും കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മുന്നേറുകയും ചെയ്തു, അവർക്ക് ജോലിയില്ലാതെ വരുന്നു. അപ്പോൾ അവർ യൂറോപ്പിൽ പോകും. യൂറോപ്പിൽ പോകരുത്, ആരും പോകരുതെന്നാ പറയണേ. ഇനി മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം എന്താ? ഇങ്ങനെ ദേശാന്തരം നടത്തുക എന്നുള്ള മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അത് യൂറോപ്പ് മാത്രമായിട്ടല്ല, പുറത്തേക്ക് പോവുക എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ നടത്തുന്ന കടുത്ത സമ്മർദ്ദങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് യുവതി യുവാക്കൾ ചിന്തിക്കാൻ ഇടയാകുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മുടെ സദാചാരം എന്ന ദുർഭൂതം എത്രത്തോളം പിടിമുറുക്കുന്നുണ്ട്, കുട്ടികളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം, ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് പ്രിയപ്പെട്ട യുവതി യുവാക്കളെ എനിക്ക് അഭിമാനമുള്ളത്, കാരണം പണ്ടത്തെ പോലെ അല്ല. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. കോളേജിൽ ആരെങ്കിലുമായിട്ട് അഫെയറിലാണോ, ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അയ്യേ കൂടെ പഠിക്കുന്നവരായിട്ടോ, ഞങ്ങളൊക്കെ കൊളീഗ്സ് അല്ലേ, ഞങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ, അവനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നമ്മുടെ ചങ്കാളെന്നാണ്. അവർക്ക് അത്തരമൊരു താല്പര്യമില്ല. പണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ആൺകുട്ടി നോക്കിയാൽ സ്കൂൾ മുഴുവൻ മതിലിൽ എഴുത്തു വരുമായിരുന്നു പ്രേമമാണെന്ന്. ഇപ്പോൾ കുട്ടികൾ തമ്മിൽ ആ ഒരു അകലയില്ല, അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റും. മുട്ടിയാൽ കുഴപ്പമില്ല, പണ്ട് മുട്ടിയാൽ പൊട്ടിപ്പോകുന്നായിരുന്നു. ഇപ്പൊ കുട്ടികൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് നടന്നാൽ കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ ചിന്തയില്ല. നമ്മൾ ആരോപിക്കുകയാണ്, അയ്യോ ഇവർ മുട്ടിയാ പൊട്ടുമെന്ന് നമുക്ക് പേടിയാ. കാരണം നമ്മൾ പൊട്ടുമെന്ന് പറഞ്ഞാൽ പേടിച്ചാണല്ലോ ജീവിച്ചത്. അവിടെ കുട്ടികളെ നമ്മളിങ്ങനെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കരുത്. കുഞ്ഞുങ്ങളൊക്കെ പാപികളാണെന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്റർനെറ്റ് വ്യാപകമായ സ്ഥിതിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകുന്നുണ്ടാകാം, തിരികെ വരുമെന്നേ, അതിലൊന്നും കെട്ടപ്പെട്ടു പോകില്ല. ഒരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കമ്പ്യൂട്ടറിൽ അദ്ദേഹം മാഗസീൻ്റെ വർക്കുമായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് എടുക്കുമ്പോൾ കുറേ ചീത്ത ചിത്രങ്ങൾ ഇങ്ങനെ വരും. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ എപ്പോഴും നീ ഇങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവൻ ചോദിച്ചു, നമുക്ക് ആവശ്യമുള്ള എടുക്കണം, അല്ലാത്ത നമ്മളെന്തിനാ ചിന്തിക്കണേ? ഞാൻ ആലോചിക്കണേ, എത്ര ഈസി ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ അവന് കഴിയുന്നു. ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് പറയാൻ അവന് കഴിയുന്നു, നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും എന്തോ കുഴപ്പം, ഇതൊക്കെ കണ്ട് 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 കുഴപ്പമാവുന്ന. നമ്മളിങ്ങനെ റിസ്ട്രിക്റ്റഡ് ആകുന്നതോടുകൂടി സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? കുട്ടികളെ കള്ളന്മാരെ പരിശോധിക്കുന്നത് പോലെ പരിശോധിക്കുകയും ഒളിക്യാമറ വെച്ച് അവരുടെ ചുറ്റും നടക്കുകയും ചെയ്യുമ്പോൾ ഒരു സന്ദേഹത്തിന് മുന്നിൽ നിർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കുട്ടികൾ മോശമാകുകയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നിന്റെ അകത്ത് യേശുവാണെന്നും നീ യേശുവിലാണെന്നും ജീവിക്കുന്നതെന്നും അവനെ അറിയിക്കണമായിരുന്നു. അവനെ ഔദാര്യം പഠിപ്പിക്കണമായിരുന്നു. സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമായിരുന്നു. നമ്മൾ എന്താ കുട്ടികളോട് പറയാറ്? വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, രാജ്യത്ത് പലതും നടക്കും, നീ അന്വേഷിക്കേണ്ട, നീ നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതി. അങ്ങനെയല്ലേ കുട്ടികളെ പഠിപ്പിക്കണേ? ഈ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് ആത്മീയതയാണോ ഭൗതികതയാണോ? ഈ ഭൗതിക ജ്ഞാനം കുട്ടികൾക്ക് പകർന്നു കൊടുത്തിട്ട് അവരോട് സ്വാർത്ഥരായി പോകുന്നതിന് അവരെ കുറ്റപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മളെല്ലാം മറച്ചു വെച്ചിട്ട് എല്ലാം ഭയങ്കര അപകടം പിടിച്ച സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നീ പെണ്ണാണ്, ഇല മുള്ളി വീണാലും മുള്ള ഇല വീണാലും നിനക്കാണ് കേട്, നീ ആണാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് നിർത്തി പഠിപ്പിച്ച് ഇങ്ങനെ വൈരുദ്ധ്യം വളർത്തി വൈരുദ്ധ്യത്തിനകത്തെ അട്രാക്ഷൻ കൂട്ടിക്കൂട്ടിയാണ് പലപ്പോഴും തിന്മകളിലേക്ക് പോകുന്നത്. നിങ്ങൾ മൊത്തം ക്രൈമിന്റെ കണക്കൊക്കെ എടുത്ത് നോക്ക്. അവിടെ ആക്രമണ സ്വഭാവമുള്ളവരായിട്ട് യുവതി യുവാക്കൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് എന്താ? മയക്കുമരുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് എന്താ? അവർക്ക് ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ലെന്നാണ്, അവർക്ക് ജീവിതത്തിൽ ആശ്വാസം കിട്ടുന്നില്ലെന്നാണ്, അവർക്ക് സന്തോഷിക്കാൻ കാരണങ്ങളില്ലാതായി പോകുന്നു എന്നാണ്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുകയും സന്തോഷം അനുഭവിക്കാൻ കഴിയുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് കുടുംബത്തിനകത്ത് വിലയുണ്ടാകുകയും ചെയ്താൽ നിശ്ചയമായും കുട്ടികൾ വഴിതെറ്റില്ല.
മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്വതവേ സന്തോഷമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സന്തോഷം തേടുന്നത്. സന്തോഷം കൂടിയത് കൊണ്ടല്ല സന്തോഷത്തിൻ്റെ പുറകെ പോകുന്നത്, മറ്റു സന്തോഷങ്ങൾ അന്വേഷിക്കുന്നത്. ഒരു വഴി പ്രധാനമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെയല്ലേ പോകൂ. ഒരു വഴിയിൽ ബ്ലോക്ക് ഉണ്ടെന്നാണെങ്കിൽ ഇടവഴി നമ്മൾ അന്വേഷിക്കുക. ഈ വഴി തടസ്സം ഉണ്ടാകുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് ഹൃദയപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കാനും ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം അവരെ അറിയിക്കാനുമാണ് നമുക്ക് കഴിയേണ്ടത്. യുവതി യുവാക്കളെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? അവർ മോശപ്പെട്ടവരാണെന്നല്ലേ, നിഷേധികളാണെന്നല്ലേ? എന്നാൽ സ്ലീഹ എന്താ പഠിപ്പിക്കുന്നത്? വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം വായിക്കും. അവിടെ യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണെന്നാണ് സ്ലീഹ പഠിപ്പിക്കുക. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. യുവതി യുവാക്കൾ വചനത്തിന്റെ അകത്താണെന്ന്, അല്ലെങ്കിൽ യുവതി യുവാക്കൾക്കകത്ത് വചനം വസിക്കുന്നുവെന്ന്, ദൈവത്തിന്റെ വചനം അവരിൽ നിലനിൽക്കുന്നുവെന്ന്, അവർ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു എന്നാണ് സ്ലീഹ പറയുക. നമുക്ക് ആ അഭിപ്രായമില്ല. നമ്മൾ മക്കളെക്കുറിച്ച് എപ്പോഴും തെറ്റായിട്ടാണ് പറയുക. എന്തുകൊണ്ടാണ് യുവതി യുവാക്കൾ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങുന്നത്? എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്നത്? ഇതാണല്ലോ പ്രധാനപ്പെട്ട തിന്മകളായിട്ട് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഒരു കുട്ടി സ്നേഹം അന്വേഷിച്ച് പോകുന്നത്? കുട്ടികൾ സ്നേഹം പഠിക്കേണ്ട എവിടെ നിന്നാ? നമ്മൾ കുട്ടികൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. 1-2 അല്ലേ ഉള്ളൂ, വാരിക്കോരി കൊടുക്കുന്നുണ്ട്, സ്പൂൺ ഫീഡിംഗ് ആയിട്ട് വളർത്തുന്നുണ്ട്. അങ്ങനെ വളരുന്ന കുട്ടികൾ സ്നേഹം അനുഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത്. അവരൊരു തടവറയിലാണെന്ന ബോധ്യമാണ് അവർക്ക് ഉണ്ടാകുന്നത്. നിരന്തരം ഇടം വലം തിരിയാൻ കഴിയാതെ കുട്ടികളെ നമ്മൾ നോക്കുകയാണ്. സ്നേഹം കൊണ്ടാണെന്നാണ് നമ്മൾ പറയണേ. കുട്ടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹം കൊണ്ടാ. കാരണം ഇവൻ നശിച്ചു പോരുന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങനെ ബലം പിടിച്ച് കുട്ടികളെ കൂട്ടുകൂടാൻ പാടില്ല, തെറ്റാണ് ലോകം മുഴുവനും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുട്ടികളെ വളർത്തുമ്പോൾ അത് സ്നേഹമാണെന്ന് നമ്മൾക്ക് തോന്നും. പക്ഷേ അവരനുഭവിക്കുന്നത് ഒരു പാരതന്ത്ര്യമാണ്. അവരതിൽ നിന്ന് അനുഭവിക്കുന്ന സ്നേഹമല്ല. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മൾ സ്നേഹം എങ്ങനെയാണ് ഒരാൾക്ക് പകർന്നു കൊടുക്കുക? സ്നേഹം ബോട്ടിലാക്കി കൊടുക്കാൻ പറ്റുമോ? സ്നേഹം വാരിക്കോരി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ കഴിയില്ല. സ്നേഹം കൊടുക്കുന്നത് എങ്ങനെയാണ്? സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കണ്ടേ കുട്ടിക്ക് മനസ്സിലാവൂ. അമ്മ അപ്പനെ എങ്ങനെ ബഹുമാനിക്കുന്നു അത് കണ്ടാണ് ബഹുമാനം എന്താണെന്ന് കുട്ടി പഠിക്കുക. എങ്ങനെയാണ് അപ്പൻ അമ്മയെ അംഗീകരിക്കുന്നത് അത് കണ്ടാണ് കുട്ടി മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക. കുടുംബം എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിന് പോരായ്മകൾ ഏറെ ഉണ്ടെങ്കിലും ആ സിസ്റ്റത്തിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളാണത്. എങ്ങനെയാണ് അപ്പനെ അമ്മ പരിചരിക്കുന്നത്, എങ്ങനെയാണ് അപ്പൻ അമ്മയെ കരുതുന്നത്, തമ്മിൽ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരെ മാനിക്കുന്നത്, അതൊക്കെ കുട്ടി പഠിക്കുന്നത് ഇവരിൽ നിന്നാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് അയൽക്കാരെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നത്, എങ്ങനെയാണ് സ്നേഹം വ്യവഹരിക്കപ്പെടുന്നത് എന്ന് കുട്ടി പരിശോധിക്കുന്നു. അവിടെ കുട്ടി കാണുന്നത് സ്നേഹമല്ല, താൽക്കാലിക ലാഭങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൻ്റെ ഒരു സഹോദരൻ വീട്ടിൽ വന്നിരിക്കട്ടെ, വന്നു പോയി കഴിയുമ്പോൾ അപ്പം പറയാണ്, എന്താണോ വരവിൻ്റെ ഉദ്ദേശം, എന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവരോടൊക്കെ ചിരിച്ചു കാണിക്കുകയും അതിനുശേഷം അവർ പോയി കഴിയുമ്പോൾ അവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഈ കുട്ടി കേൾക്കുമ്പോഴോ അപ്പൻ്റെ കാവഡ്യമുള്ള ആളായിട്ട് കുട്ടി കണ്ടില്ലേ? ഇനി അപ്പൻ എന്ത് പറഞ്ഞാലും കുട്ടിയുടെ മുമ്പിൽ കാവഡ്യമായിട്ടേ കാണാൻ പറ്റൂ. അമ്മ കാണുന്നവരെ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നു, അയൽവാസികളെ കാണുമ്പോൾ ചിരിക്കുന്നു, ഇങ്ങോട്ട് മാറിയിട്ട് അവൾ വന്നേക്കണ കാര്യം അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഈ കുട്ടി മനസ്സിലാക്കണ എന്താ? അമ്മ ജെന്യുവൻ പേഴ്സണാലിറ്റി അല്ല. ഒരാളോട് അമ്മ സ്നേഹം കാണിക്കുന്നു, അപ്പന് സ്നേഹം കാണിക്കുന്നു, കുട്ടി അത് കണ്ടു. അതിനുശേഷം അവരില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ കുറ്റം പറയുമ്പോൾ ഇവരുടേത് ഒറിജിനൽ സ്നേഹമല്ലെന്ന് കുട്ടിക്ക് മനസ്സിലായില്ലേ? സ്നേഹം എന്നതിൽ കളങ്കമുള്ളതായി കുട്ടി കാണുന്നത് ഈ ജീവിതത്തിനകത്ത് നിന്നാണ്. അങ്ങനെ കാണുന്ന കുട്ടി, ആ കുട്ടിയെ മാതാപിതാക്കൾ സ്നേഹിക്കുമ്പോൾ കുട്ടി സംശയിക്കുന്നു, ഇവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? കുട്ടിക്ക് സംശയമായി. കുട്ടി അവരുടെ സ്നേഹത്തെ അംഗീകരിക്കുന്നില്ല. അപ്പനെ സ്നേഹിക്കാത്ത അമ്മയും അമ്മയെ സ്നേഹിക്കാത്ത അപ്പനും കുട്ടിക്ക് കൊടുക്കുന്ന പാഠം എന്താണെന്നറിയാമോ? സ്നേഹം ഒരു കളങ്കമുള്ള കാര്യമാണെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും ശിക്ഷിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളെക്കാൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്ത് കാണുന്നത്. സൗഹൃദങ്ങളിലേക്കും പ്രേമബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ്? അവിടെ കുറ്റപ്പെടുത്തലില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുന്നു. ഒരു ഭാര്യ എന്തായിരിക്കും പറയാ? ദുഷ്ടൻ, ഒരു ബോധമില്ലാണ്ട് വന്നേക്കാണെന്ന് പറയും. ഇതേ ഭർത്താവ് വഴി കൂടി വെള്ളം അടിച്ച് പോണ കണ്ടാൽ സുഹൃത്ത് എന്തായിരിക്കും പറയാ? പാമ്പാണല്ലോടാ. രണ്ടുപേരും പറഞ്ഞ നീ വെള്ളം അടിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോ ഒരു അംഗീകാരത്തിന്റെ മറ്റൊരാൾ പറയാ, മറ്റേ ആള് അംഗീകരിക്കുന്നില്ല.
ഒരാൾക്കൊരു കുറവുള്ളത് കാണുമ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ പരിമിതി സ്നേഹത്തിന്റെ ലംഘനമാണെന്ന കാര്യം ഓർക്കണം. മദ്യപാനം ശരിയാണെന്നല്ല പറഞ്ഞതിനർത്ഥം. കുറവുകളുള്ള ഒരാളെ കുറവോടുകൂടി സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെ മാത്രമേ സ്നേഹമുള്ള ആളായിട്ട് തിരിച്ചറിയാൻ പറ്റൂ. കുട്ടികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളയാൾ ആരാണെന്ന് കുട്ടി സംശയിക്കും. അപ്പോഴാണ് തന്നോട് കരുണയുള്ള, സ്നേഹമുള്ള, തൻ്റെ കുറവിനെ അംഗീകരിക്കുന്ന, തന്നെ അംഗീകരിക്കുന്ന ഒരാളെ കുട്ടി പുറത്ത് കാണുക. നമ്മൾ നമ്മുടെ മക്കളോട് നീ കൊള്ളാമെന്നാണോ പറയുക, കൊള്ളൂല്ലെന്നാണോ പറയുക? 100 പ്രാവശ്യം കൊള്ളൂല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. മണ്ടനാണ്, മണ്ടിയാണ്, കൊള്ളൂല്ല, എന്തിന് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയോഗം തന്നെയുണ്ട്, വാഴ എന്നൊക്കെ പ്രയോഗം കുട്ടികളെ കുറിച്ച്. ഒരു യുവാവ് എന്നോട് പറഞ്ഞതാ, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അന്ന് കുറേ ചെറുപ്പക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരും. അവർ പ്രാർത്ഥിക്കാനും വെറുതെ സംസാരിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, പുട്ടും മീൻകറിയൊക്കെ ഉണ്ടാക്കും, അതൊക്കെ അവർക്ക് കൊടുക്കും. വന്നാൽ ചോദിക്കുന്നത് എന്തെങ്കിലും കഴിക്കാനുണ്ടോന്നാ. ഇവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, വീട്ടിൽ ചെന്നാൽ സ്വാതന്ത്ര്യം എന്നാ പറയുന്നത്. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ. അവിടെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും. പഠിച്ചിട്ട് പണിയില്ലാണ്ടായിപ്പോയി എന്നതിന് കുറ്റപ്പെടുത്തലുണ്ട്. 100 കുറ്റപ്പെടുത്തലാണ്. ഈ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ആശ്വാസം കൊടുക്കുന്ന ആരെങ്കിലും തേടും. അങ്ങനെ തേടുമ്പോൾ മിക്കവാറും മറ്റുള്ളവർ അംഗീകരിക്കുന്നവരായിട്ട് തോന്നും. തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരാളെ കണ്ടെത്തും. അപ്പോൾ പ്രേമബന്ധങ്ങളിലേക്കൊക്കെ പോവും. മാനുഷികമായ ചോദന അതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് സ്നേഹത്തിൽ വ്യാപരിച്ചതെന്നും എന്താണ് മക്കൾക്ക് പകർന്നു കൊടുത്തതെന്നും ചിന്തിക്കണം. നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിർബന്ധ ബുദ്ധിയോടെ കുരിശു വരപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ടുകുത്തി കുരിശു വരപ്പിച്ചിട്ടേ ചോറ് കൊടുത്തിരുന്നുള്ളൂ, വലിയ കാര്യമൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ മരിക്കുമ്പോൾ കുട്ടി പറയാനിടയുള്ളത് ദുഷ്ടം മരിച്ചു, ഇനി കുരിശു വരയ്ക്കണ്ടല്ലോ എന്നായിരിക്കും. അതേസമയം ജീവിത പ്രതിസന്ധികളിൽ ഒരു അപ്പൻ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്നത് കണ്ടിട്ടുള്ള കുട്ടിയാണെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. നീ ധൈര്യമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പനെയാണ് കുട്ടി കണ്ടിട്ടുള്ളതെങ്കിൽ നിശ്ചയമായും ആ കുട്ടി ജീവിതത്തിൽ എവിടെയും ദൈവത്തിൽ ശരണം ഗമിക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, മക്കൾക്ക് വഴിപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ആ വഴിപിഴക്കലുകൾക്കൊക്കെ കാരണം ഈ ലോകമാണെന്നും ലോകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നും അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നതെന്ന് ധരിക്കണ്ട. ലോകത്ത് എത്ര മാലിന്യം ഉണ്ടെങ്കിലും കുട്ടി അതിൽ പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തു അകമയുണ്ടെന്നും യേശു ക്രിസ്തുവിൽ ജീവിക്കണമെന്നും അവരെ പഠിപ്പിച്ചാൽ മതി. അത് പഠിപ്പിക്കാൻ അക്ഷരം കൊണ്ട് പഠിപ്പിക്കാവുന്ന കാര്യമല്ല. ജീവിതാനുഭവങ്ങൾക്കകത്ത് മാതാപിതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത്, പുരോഹിതൻ എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കി കുട്ടി പഠിക്കുന്ന പാഠമാണ്. രണ്ടാമത് മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നു. എന്താണ് ഈ മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നത്? സുബോധം നല്ലതല്ലെന്ന ബോധം കൊണ്ടല്ലേ. സുബോധത്തിൽ ജീവിക്കാൻ പറ്റാതെയാവുന്നു. സുബോധം സ്വസ്ഥത കൊടുക്കുന്നതാകുന്നില്ല. സുബോധം സ്വസ്ഥത കൊടുക്കുന്നതാകുന്നുവെങ്കിൽ ആരും ഒരു ഹെവൻലി എക്സ്പീരിയൻസ് അന്വേഷിച്ച് മയക്കുമരുന്നിന്റെ പുറകെ പോകില്ല. ആദ്യം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ട എന്തിനാ? ഇത് ഉപയോഗിച്ചാൽ ഒരു രസമുണ്ടെന്ന് കരുതിയിട്ടാ, അല്ലെങ്കിൽ ഒരു ഹെവൻലി എക്സ്പീരിയൻസ്, ഒരു അനുഭൂതി രോഗം വിടരുമെന്ന് വിചാരിച്ചിട്ടാ. മയക്കുമരുന്ന് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു അനുഭൂതിയുടെ രോഗം വിടരും, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടും. ഈ ലൈറ്റ് വെയിറ്റ്നെസ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ജീവിതം ഭാരമുള്ളത് കൊണ്ടാണ്, സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ്. പഠനമൊക്കെ സമ്മർദ്ദമായിട്ട് മാറുമ്പോൾ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, കുതിരാനുള്ളൊരു ശ്രമം ഉണ്ടാവും. ധൈര്യമായിട്ട് മക്കൾ പഠിക്കട്ടെ, അവരെ നിർബന്ധിക്കാതിരിക്കുക. നമ്മൾ എങ്ങനെയാ? കുട്ടിയെ നിരന്തരം നോക്കിയിരിക്കുകയാണ്. അമ്മ പറയുന്നത് മക്കളെ പരീക്ഷ വരുന്നു എന്നാ, ഭൂതം വരുന്നു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കണേ. ധൈര്യമായിരിക്കുക. എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞത്, പരീക്ഷയുടെ തലേ ദിവസം കിടന്ന് ബലം പിടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഇത്രയും കാലം പഠിച്ചതെല്ലാം ഓർമ്മ വരും, ശാന്തമായിരിക്കുന്നതാണ്. മക്കളെ ലോകത്ത് ഒന്നാമനാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് കുത്തിവെക്കുന്ന ഈ പറഞ്ഞ വ്യാമോഹത്തിന്റെ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ കുത്തിവെപ്പുകളെല്ലാം അവരെ സമ്മർദ്ദത്തിലാഴ്ത്തും. ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സമ്മർദ്ദമില്ലാത്തൊരു ഇടം അന്വേഷിക്കും. അപ്പൊ അനുഭൂതി ലോകം അന്വേഷിച്ച് ഈ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ലഭിക്കും, ലൈറ്റ് വെയിറ്റ് ആയിട്ട് അനുഭവം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ സാധാരണ നിലയിൽ നിൽക്കണമെങ്കിൽ പോലും ഇത് വേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ഹെൽ എക്സ്പീരിയൻസിലേക്ക് പോകും, അഡിക്റ്റായി മാറും. അപ്പൊ ഇതിന് കാരണമായിട്ട് മാറുന്നത് എന്താ? ക്രിസ്തുവിൽ സന്തോഷിക്കാൻ പഠിപ്പിക്കുന്നില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാ? അത് മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിനകത്ത് പുലർത്തേണ്ട കാര്യമാണ്. സാമൂഹ്യമായി നമ്മൾ ബന്ധങ്ങൾക്കകത്ത് മറ്റുള്ളവരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഭാവം ഉണ്ടാകുമ്പോഴാണ്.
നിരന്തരം കുറ്റപ്പെടുത്തുകയും നിങ്ങളൊക്കെ മോശക്കാരാണ്, നിങ്ങളുടെ സഹനത്തിൻ്റെയൊക്കെ പുറകിൽ പാപമാണെന്ന് പഠിപ്പിക്കുന്നു. ഞാൻ കേട്ടൊരു പ്രഘോഷണത്തിൽ യുവതി യുവാക്കളാണ് ധ്യാനം കൂടുന്നത്. അവരോട് പറയാണ്, യുവതി യുവാക്കൾക്ക് സഹനം കൂടുന്നു നിങ്ങളുടെ പാപം കൊണ്ടാണ്. ഏത് പാപത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിങ്ങൾ ഈ 5ഉം 6ഉം പ്രമാണങ്ങൾ പറയുന്നതിന് പകരം 1-ാം പ്രമാണം എന്താ പറയാത്തെ? 1-ാം പ്രമാണം പറഞ്ഞ അഹങ്കാരം പിടിക്കാൻ പറയണ്ടേ? ഈ അഹങ്കാരം, അതേപോലെ ദ്രവ്യാസക്തി 1-ാം പ്രമാണത്തിൽ വരില്ലേ ദ്രവ്യാസക്തി? എവിടെയെങ്കിലും സമ്പത്ത് കുന്നുകൂടുന്നതിനെതിരെ നിങ്ങൾ സംസാരിക്കൂ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബലഹീനതകളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ്. ബലഹീനതകൾക്കൊരു കുഴപ്പമുണ്ടേ, ബലഹീനതകളെ നമ്മൾ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്രഷർ കൂടും, പ്രഷർ കൂടുകയുള്ളൂ. സമാധാനപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ ഈ പ്രശ്നങ്ങൾക്കകത്താണ്, ലൈംഗികമായ തിന്മകൾക്കകത്താണ്, നിങ്ങൾ മയക്കുമരുന്നിന് അടിമകളാണ്, നിങ്ങൾ ലോകപാപങ്ങളിലാണ് എന്ന് പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ഈ സമ്മർദ്ദം സ്വാഭാവികമായിട്ടും ബലം വർദ്ധിപ്പിക്കും. കർത്താവ് പറഞ്ഞത് ബലഹീനതകളിൽ കൃപ മതി എന്നാണ്. തെറ്റ് ചെയ്യണവരൊക്കെ ചെയ്യട്ടെ എന്നല്ല അതിനർത്ഥം. നിങ്ങൾ തുറവിയോടെ കാണ്, മനുഷ്യന്റെ ബലഹീനതകളെ കാണ്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കുക, അവരെ സ്വീകരിക്കുക. ഒരു കുട്ടി കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അപ്പൻ കുട്ടിയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഒരു തെറ്റ് പറ്റിപ്പോയാൽ തെറ്റ് പറ്റിയത് അംഗീകരിക്കുക, നീ അതിനെക്കുറിച്ച് ഇനി ഉത്കണ്ഠപ്പെടേണ്ട, ഞാൻ അധ്യാപകരോട് സംസാരിക്കാം. അദ്ദേഹം അധ്യാപകരോട് സംസാരിച്ചു, എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു, ദയവായി ക്ഷമിക്കണം. തൻ്റെ അപ്പൻ അധ്യാപകരോട് ഇങ്ങനെ ക്ഷമ ചോദിച്ചത് കേട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഇനി ജീവിതത്തിൽ ഒരിക്കലും കോപ്പി അടിക്കില്ല. കാരണം എന്താ? ഒരു തെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അടിക്കുകയല്ല ചെയ്തത്, പകരം വിഷമിക്കേണ്ട, ഒരു തെറ്റ് പറ്റിയാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാണ് വേണ്ടത്, നീ അതിനെക്കുറിച്ച് ഇനി ഉത്കണ്ഠപ്പെടേണ്ട, ഞാൻ ആ തെറ്റിന് ക്ഷമ ചോദിക്കാം. അവിടെ കുട്ടിക്ക് തൻ്റെ അപ്പൻ കാണിച്ച ആ കാരുണ്യം കണ്ടിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഇനി കോപ്പി അടിക്കില്ലെന്ന കുട്ടി തീരുമാനിച്ചേ. അംഗീകരിക്കുമ്പോഴാണ് അത് മാറുക. മാതാപിതാക്കൾ കുട്ടികളുടെ കുറവുകൾ അംഗീകരിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യം വന്നാൽ അവർ മറ്റിടങ്ങൾ തേടി പോകില്ല. നമ്മുടെ നാട്ടിൽ യുവതി യുവാക്കൾക്ക് സഹനമേറാൻ പോകുന്നു എന്നാണ് പ്രഘോഷണത്തിൽ പറയുക, ഭീഷണിയാണ്. എന്നുകൊണ്ടാണ് നിങ്ങളുടെ പാപം മൂലം എന്നാ പറയണേ. യുവതി യുവാക്കളൊക്കെ മോശപ്പെട്ട ആളുകളാണല്ലോ. ഒരാണും പെണ്ണും ഒന്നിച്ച് നിന്നാൽ മോശമായി, ഒന്നിച്ച് നടന്നാൽ മോശമായി, സംസാരിച്ച മോശമായി, കംപ്ലീറ്റ് കുഴപ്പക്കാരാ. ഇവരാരാണ് ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഇറങ്ങിയും മാന്തി പരിശോധിച്ചിട്ടുള്ളത്? വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരുടെ പാപമാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ് ഇതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയെ കെട്ടിവെക്കല്ലേ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് തൊഴിലില്ല. അതാണ് സഹനത്തിന്റെ അടിസ്ഥാന കാരണം. വിവാഹം നടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം യുവാക്കൾക്ക് തൊഴിൽ നേടാൻ കഴിയുന്നില്ല. തൊഴിൽ പറയാതെ ഏതെങ്കിലും വീട്ടിൽ പെണ്ണാലോചിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം, ഒരു പ്രദേശത്ത് 35 വയസ്സിലേറെ പ്രായമുള്ള ചെറുപ്പക്കാർ നിരവധി പേർ വിവാഹിതരാകാതിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്തു പറയത്തക്ക തൊഴിലില്ല. പണ്ടത്തതുപോലെ കൂലിപ്പണിക്കാർക്ക് ഡിമാൻഡില്ല. കാരണം സ്ഥിരതയില്ല, കൂലിപ്പണിക്കും സ്ഥിരതയില്ല. അപ്പോൾ വരുമാന മാർഗമില്ലാതെ സാമ്പത്തികമായി തകർന്ന യുവതി യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ സഹനങ്ങളേറുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ കുറ്റം അവരുടെ പാപമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പറ്റിയ പിഴവാണത്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് തുല്യ യോഗ്യതയോടെ ജീവിക്കാൻ കഴിയാത്ത വിധം അസമത്വം കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതത്തെ അവരുടെ പാപത്തിന്റെ ഫലമായിട്ട് അവരുടെ തലയിൽ കെട്ടിവെക്കരുത്. നമ്മുടെ യുവതി യുവാക്കൾ സഹിക്കുന്നവരാണെങ്കിൽ എല്ലാവരും സഹിക്കുന്നവരാണ്. എന്നും യുവതി യുവാക്കൾ സഹനം ഉണ്ടായിരുന്നു. പണ്ട് തൊഴിൽ മേഖല ഇങ്ങനെ ഇല്ലായിരുന്നു, വിദ്യാഭ്യാസം കുറവായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം കുറവായിരുന്നുകൊണ്ട് അവർ കൂടുതൽ തൊഴിൽ അന്വേഷിച്ചിരുന്നില്ല, കിട്ടുന്നതെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അങ്ങനെയുള്ള കാലത്ത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. സഹനം എന്നത് നിങ്ങളുടെ പാപത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞ് തലയിൽ കെട്ടിവെക്കുന്നത് സുവിശേഷമാണെന്ന് കരുതരുത്. അത് സുവിശേഷമല്ല. ഇങ്ങനെ പറഞ്ഞാണ് കുട്ടികൾ സഭയെ നകലുന്നത്. എന്നോട് സംസാരിച്ച നിരവധി യുവതി യുവാക്കൾ പറഞ്ഞത് അവർ ഒരിക്കലും ഇത്തരം പ്രഘോഷണങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ കാവ്യ മുണ്ടക്കൊടുത്താണ് നടക്കുന്നത്. കാവ്യ ജുബ്ബയാണ് അന്നിടുന്നത്. അങ്ങനെ ഈ ഇടവക ദേവാലയത്തിനകത്ത് ഞാൻ
പള്ളിയിൽ അച്ഛന്മാരായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. ചെറുപ്പക്കാരൊക്കെ എന്നെ ഇങ്ങനെ അസ്വസ്ഥതയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളാകെ പ്രശ്നക്കാരനാണല്ലോ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉയർപ്പ് തിരുനാളിന് ഉയർപ്പ് ചെയ്യാനായിട്ട് ഞാൻ വികാരിച്ചനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അനുവാദം തന്നു. അത് പുറത്തു വെച്ച് നടത്താനാണ്. ഞാൻ അവിടുത്തെ യുവതി യുവാക്കളോടൊക്കെ പറഞ്ഞു, നമുക്കൊരു പരിപാടി നടത്തിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വെറും 400 രൂപ മുടക്കി ഒരു ഉയർപ്പ് സംവിധാനം ഉണ്ടാക്കി. പള്ളിയിൽ നിന്ന് ആകെ തന്നത് 400 രൂപയാണ്. ഈ യുവതി യുവാക്കളാണ് മുഴുവൻ പണിയെടുത്തത്. ഞാൻ അവരുടെ കൂടെ പണിയെടുത്തു. അങ്ങനെ പണിയൊക്കെ എടുത്ത് പുറത്ത് അത്ഭുതകരമായി യേശു ഉയർത്തു വരുന്ന രൂപം പൊങ്ങിക്കഴിയുമ്പോൾ, പുകയൊക്കെ വരുമ്പോഴാണ് വരിക. എന്നിട്ട് പൊങ്ങിക്കഴിയുമ്പോൾ യഥാർത്ഥ രൂപം കൊണ്ടൊന്ന് വെക്കുന്നു. ഇത് ആരും കാണുന്നില്ല. കണ്ടാൽ നല്ല മനോഹരമായൊരു ആവിഷ്കാരം. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് 10-100 ചെറുപ്പക്കാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി. അപ്പം ഈ കുട്ടികൾ ആ ഗ്രൂപ്പിനകത്തിരുന്ന് പറഞ്ഞൊരു അഭിപ്രായം, എന്നെ കണ്ടപ്പോൾ ഒരു മൂരാച്ചിയാണെന്നും ഇയാൾ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആള് കൊള്ളാം. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അവരെ അംഗീകരിക്കുന്നു. ആ പ്രായത്തിലാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് പ്രായമായെന്നല്ല, ഞാനൊരു യുവാവാണെന്നാണ്. എനിക്ക് കാരണം ഇതാണ്, എനിക്ക് അവരുടെ മനസ്സ് മനസ്സിലാവും, അവരുടെ വ്യാകുലങ്ങൾ മനസ്സിലാവും, അവരുടെ സങ്കടം മനസ്സിലാവും, അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ സ്വീകരിക്കാൻ കഴിയും. അവരുടെ പ്രായത്തിലുണ്ടാകുന്ന കുട്ടികളുടെ ആഗ്രഹാഭിലാഷങ്ങൾ ഏത് നിലയ്ക്കാണെന്ന് അറിയാൻ പറ്റും. കുട്ടികളൊക്കെ മോശക്കാരാണെന്ന് ആരും കരുതരുത്. കുട്ടികളൊക്കെ നല്ലവരാണെന്ന് കരുത്. അവർക്കൊക്കെ നന്മയുണ്ട്. ആ നന്മ പരിപോഷിപ്പിക്കാനാവും വിധം സുവിശേഷത്തിൽ അവരെ ആഴപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ ആഴപ്പെടുത്താനായിട്ട് കുറുക്കു വഴികളൊന്നുമില്ല. ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം അവർക്ക് ബോധ്യപ്പെടാനിടയാകണം. അതുകൊണ്ട് കുട്ടികൾക്ക് സഹനമേറുന്നു. 15 വയസ്സ് മുതൽ സഹനത്തിന്റെ കാലഘട്ടമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവരെ തളച്ചിടാൻ ശ്രമിക്കുന്നത് ലൈംഗിക അശുദ്ധിയുടെയും ബന്ധങ്ങളിലുള്ള അശുദ്ധികളുടെയും പേരിലാണ്. അങ്ങനെ പറയും തോറും ഈ അശുദ്ധികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. പാപം വർദ്ധിക്കുന്നിടത്ത് സഹനങ്ങൾ വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്. അതൊരു അബദ്ധ പഠനമാണ്, പഴയ നിയമ പശ്ചാത്തലത്തിലെ പഠനമാണ്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റോമർ 5:20 പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശു മിശിഹ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടെന്നും യുവതിയുവാക്കളോട് കൂടെ ഉണ്ടെന്നും അവരുടെ ജീവിതത്തിലെ കരുത്താണെന്നുമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ട യുവതിയുവാക്കളെ, നിങ്ങൾ അധൈര്യരാകരുത്, നഷ്ടധൈര്യരായി പോകരുത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവൻ യുവാവായിരുന്നപ്പോഴാണ് ഈ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത്. അവൻ യുവാവായിരുന്നപ്പോൾ അവൻ സ്വന്തം ജീവിതം സമർപ്പിക്കുന്നതിന് തയ്യാറാകും വിധം ശക്തമായ മനസാക്ഷിയുള്ളവനായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസാക്ഷിയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോക ജീവിതത്തെ ജയിക്കാൻ കരുത്തുള്ളവരാണെന്ന ബോധ്യത്തോടെ ജീവിക്കണം. ചെറുപ്പത്തെ മാനിക്കണം, ചെറുപ്പത്തെ അംഗീകരിക്കണം. കുട്ടികൾക്ക് കുറവുണ്ടാകാം, പോരായ്മ ഉണ്ടാകാം, അവർ വഴിതെറ്റിപ്പോകുന്നുണ്ടാകാം, അവർ വിശ്വാസരാഹിത്യത്തിലേക്ക് പോകുന്നുണ്ടാകാം. അവരെ സമ്മർദ്ദപ്പെടുത്തുകയല്ല വേണ്ടത്. ഹൃദയപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ അവരോട് കൈകോർക്കാൻ കഴിയണം, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുകയും ദൈവസന്നിധിയിൽ അവർക്ക് മാതൃകയാകാതെ പോയ നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം അനുദപിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും യുവതി യുവാക്കളെ നമുക്ക് നേടാൻ കഴിയും. ക്രിസ്തുവിലാണ് അവരെന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നേറാൻ കഴിയും. അതുകൊണ്ട് യുവതി യുവാക്കളെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പ്രഘോഷണങ്ങൾ കേട്ട് അസ്വസ്ഥരാകുന്നുവെങ്കിൽ സുവിശേഷം അങ്ങനെയല്ല, ക്രിസ്തു അങ്ങനെയല്ല, സഭ നിങ്ങളോട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. സഭ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ബോധ്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ലോകത്ത് ജയിക്കാനുള്ളവരാണ്. അമാനുഷികമായ പരമമായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ട്. സർവശക്തൻ്റെ കരമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ലോകത്ത് പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. സ്നേഹത്തിൽ വ്യാപരിക്കാൻ കഴിയും. നിങ്ങൾക്ക് ലോകത്തിന് വെളിച്ചമാകാൻ കഴിയും. മാതാപിതാക്കളെ, മക്കളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട, മക്കളെക്കുറിച്ച് ആകുലരാകേണ്ട. അവർ വന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മൾ അല്പകാലത്തെ പരിപാലകർ മാത്രമാണ്. നമുക്ക് കൈ കഴിക്കുമ്പോൾ യഥാർത്ഥ കരത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ കരം അവരെ നയിക്കട്ടെ. അതുകൊണ്ട് അവരെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. ദൈവവിശ്വാസമില്ലാത്ത 18 വർഷം എനിക്കുണ്ട്. അത് യുവത്വത്തിൻ്റെ കാലത്താണ്. ആ യുവത്വത്തിൻ്റെ കാലത്ത് തന്നെ എന്നെ ദൈവം തിരികെ വിളിച്ചു. എനിക്ക് നൽകപ്പെട്ട മാമോദീസയിലൂടെ എന്നെ തിരികെ വിളിച്ചു. അതുകൊണ്ട് ഒരാളും അധൈര്യപ്പെടേണ്ട, വിശ്വാസക്കുറവുണ്ടാകുന്ന മക്കളെക്കുറിച്ച് ആദിപ്പെടേണ്ടതില്ല. ധൈര്യമായിരിക്കുവിൻ, ദൈവം അവരെ നയിച്ചുകൊള്ളും. യേശുവിൽ ഏവർക്കും സമാധാനവും ആശംസയും പ്രാർത്ഥനയും. ആമേൻ.